Hi all, welcome to I Plus. ഞാൻ അക്ഷര. കേറ്റഡ് എക്സാമിനേഷനും സീറ്റഡ് എക്സാമിനേഷനും അടുത്ത ഫേസിലോട്ട് വരുന്നതിന് വേണ്ടിയിട്ട് എല്ലാവരും പഠിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോഴേ പഠിച്ചു തുടങ്ങാം. നമുക്കറിയാം സിലബസും ഒരുപാട് വാസ്റ്റൊന്നുമല്ല, ലിമിറ്റഡ് സിലബസ് ആണ്. പക്ഷേ പരീക്ഷകളുടെ കാഠിന്യം കൂടി വരികയാണ്. അപ്പോൾ എന്ത് ചെയ്യണം? കൃത്യമായിട്ട് പഠിച്ചു പോകണം. റീസെൻ്റ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള സെക്ഷനാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും. പുതിയ ക്വസ്റ്റ്യൻ പാറ്റേൺ എങ്ങനെയാണ്, അപ്പോൾ ഏത് രീതിയിലാണ് പഠിക്കേണ്ടത് എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് ഈ സെക്ഷൻ തീർച്ചയായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഇന്ന് നമുക്ക് 5 ചോദ്യം ആദ്യം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര സ്കോർ നേടാൻ കഴിഞ്ഞുവെന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ആദ്യത്തെ ചോദ്യം: Mastery oriented learners typically attribute success to dash and failure to dash. അപ്പോൾ ഇപ്പം ചോദ്യങ്ങളുടെ ഒരു രീതിയാണ്, ഒരൊറ്റ ഉത്തരം മാത്രം കണ്ടുപിടിക്കേണ്ടതിൽ നിന്ന് മാറിയിട്ട് എന്ത് വേണം, ഒന്നിലധികം കാര്യങ്ങൾ അറിഞ്ഞാൽ മാത്രമേ കറക്റ്റ് ഉത്തരം കിട്ടുകയുള്ളൂ. ആ ഒരു പാറ്റേൺ ചോദ്യങ്ങൾ ഒരുപാട് ചോദിച്ചു വരുന്നുണ്ട്. അപ്പം നമുക്കൊരു കൺസെപ്റ്റ് തറവായാൽ മാത്രമേ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നവിടുന്ന് മനസ്സിലാക്കാം. അപ്പം നോക്കിക്കേ, മാസ്റ്ററി ഓറിയൻറ്റഡ് ലേണേഴ്സ്. അപ്പോൾ ലേണേഴ്സിൽ തന്നെ എപ്പോഴും എന്താണ്, മാസ്റ്ററി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ലേണേഴ്സ് അവർ എങ്ങനെയാണ് സക്സസിനെ എന്തിനോ ആയിട്ടും ഫെയിലിയറിനെ എന്തോ ആയിട്ടുമാണ് കണക്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എപ്പോഴും എന്താണ്, നല്ല പഠിതാക്കളാണല്ലേ അവർ. അപ്പോൾ മാസ്റ്ററി ഓറിയൻറ്റഡ് എന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് ആ ഒരു പെർട്ടിക്കുലർ കാര്യത്തിൽ മാസ്റ്ററി നേടുക. അപ്പോൾ അതിൽ എന്ത് ചെയ്യാം, നല്ല ഒരു കഴിവ് നേടിയെടുക്കുക എന്നുള്ള പ്ലാനോട് കൂടി ഇരിക്കുന്ന ലേണേഴ്സ് ആണെങ്കിൽ സക്സസിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യും, അതോടൊപ്പം തന്നെ ഫെയിലിയറിനെ എന്തുമായിട്ട് കണക്ട് ചെയ്യും. ലക്ക്, എബിലിറ്റി, എഫേർട്ട്, ഇൻസഫിഷ്യൻറ്റ് എഫേർട്ട്, എബിലിറ്റി, ലക്ക്, എബിലിറ്റി ആൻഡ് എഫേർട്ട്, ഇൻസഫിഷ്യൻറ്റ് എഫേർട്ട്. അപ്പോൾ നോക്കിക്കും, അപ്പോൾ നമ്മളൊന്ന് കൃത്യമായിട്ട് നോക്കി. നമുക്കിപ്പോൾ ചിലപ്പോൾ നോക്കുന്ന സമയത്ത് എന്താണ്, എബിലിറ്റി, ലക്ക് എന്നൊക്കെയുള്ള കാര്യം തോന്നും, എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ ജയിച്ചത്, എൻ്റെ നിർഭാഗ്യം കൊണ്ടാണ് ഞാൻ തോറ്റുപോയത്, അങ്ങനെയൊന്നും പറഞ്ഞിട്ട് ശരിക്കും കാര്യമില്ലല്ലേ. നമ്മൾ കറക്റ്റായിട്ട് മാസ്റ്ററി ഓറിയൻറ്റഡ് ആയിട്ട് പഠിക്കുന്ന ലേണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എങ്ങനെയായിരിക്കും, ദേ വിൽ ആട്രിബ്യൂട്ട് സക്സസ് ടു എബിലിറ്റി ആൻഡ് എഫേർട്ട് ആൻഡ് ഫെയിലിയർ ടു ഇൻസഫിഷ്യൻറ്റ് എഫേർട്ട്. എപ്പോഴും സക്സസ് എന്ന് പറയുന്നത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, എബിലിറ്റി ആൻഡ് എഫേർട്ട്. ആ ഒരു കഴിവും നമ്മൾ അതിലെടുക്കുന്ന ആ ഒരു എഫേർട്ടും അല്ലേ. അല്ലാതെ നമുക്കത് ലക്കാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ വെറുതെ എഫേർട്ട് മാത്രമാണ് എബിലിറ്റി മാത്രമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എബിലിറ്റിയും വേണം, അതോടൊപ്പം എന്ത് വേണം, നമ്മൾ അതിൽ എഫേർട്ട് വേണം. നമുക്ക് കഴിവുണ്ട്, നമ്മൾ പ്രയോജനപ്പെടുത്താതിരുന്നിട്ട് കാര്യമില്ലല്ലോ. കഴിവ് പ്രയോജനപ്പെടുത്തിയാൽ മാത്രമേ നമുക്ക് എന്താവൂ, ആ സക്സസ് ലഭിക്കുകയുള്ളൂ. ഇനി ഫെയിലറിൻ്റെ കാരണം എന്താണ്, ഫെയിലറിൻ്റെ കാര്യം തീർച്ചയായിട്ടും നമുക്ക് എന്താണ്, ലക്കെന്നൊന്നും പറയാൻ പറ്റില്ല. ഇൻസഫിഷ്യൻറ്റ് എഫേർട്ട്, നമ്മൾ കൃത്യമായിട്ടുള്ള എഫേർട്ട് എടുക്കാത്തത് കൊണ്ട്. അപ്പോൾ ഈ കൂട്ടത്തിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ആൻസർ എന്താണ്, ഇൻസഫിഷ്യൻറ്റ് എഫേർട്ടാണ് ആ ഫെയിലറിനെ നമുക്ക് ആട്രിബ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നത്. അടുത്ത ചോദ്യം: വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് റെപ്രസെന്റ് ദ പ്രോക്സിമോ ഡിസ്റ്റൽ പ്രിൻസിപ്പിൾ ഓഫ് ഡെവലപ്മെന്റ്. നമ്മൾ സ്ഥിരം പറയുന്നതാണ്, സെഫാലോകോഡിലും പ്രോക്സിമോ ഡിസ്റ്റലും സ്ഥിരമായിട്ട് പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. എന്താണ് കൺസെപ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. കൺസെപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ഇപ്പം ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അത്തരത്തിലൊരു ചോദ്യമാണ്, നമുക്ക് നോക്കാം. ബേബീസ് ഡെവലപ്പ് ദ എബിലിറ്റി ടു വാക്ക് ബിഫോർ ഹോൾഡിംഗ് ഒബ്ജെക്ട്സ്. ബേബീസ് ഡെവലപ്പ് ദ എബിലിറ്റി ടു കൺട്രോൾ ലാർജ് ബോഡി മൂവ്മെന്റ്സ് ബിഫോർ സ്മാളർ ബോഡി മൂവ്മെന്റ്സ്. ചിൽഡ്രൻ ഡെവലപ്പ് ദ എബിലിറ്റി ടു ഗ്രാസ്പ് ദ ബാൾ ബിഫോർ പുട്ടിംഗ് ബീഡ്സ് ഇൻ thread. Children develop the ability to jump before balancing on one foot. അപ്പോൾ നോക്കിക്കേ, നമുക്ക് പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് മനസ്സിലാക്കേണ്ടത് എന്താണ്, തീർച്ചയായിട്ടും പ്രോക്സിമോ ഡിസ്റ്റൽ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ശരീരത്തിൻ്റെ മധ്യഭാഗത്ത് നിന്ന് വശങ്ങളിലേക്കാണ് വളർച്ച അല്ലേ. അപ്പം മധ്യഭാഗത്തെ വളർച്ച എന്താണ്, ആദ്യം എത്തും, വശങ്ങളിലേക്ക് എങ്ങനെയായിരിക്കും, പിന്നീടാണ് ആ വളർച്ചയുടെ ഒരു സീക്വൻസ് പോകുന്നത്. അപ്പോൾ അത് വെച്ച് നമുക്ക് നോക്കണം. വാക്ക് ബിഫോർ ഹോൾഡിങ് ഒബ്ജക്ട്സ് ഹോൾഡ് ചെയ്യുന്നതിന് മുമ്പായിട്ട് വാക്ക് ചെയ്യുന്നു. പിന്നെന്താണ്, ലാർജ് ബോഡി മൂവ്മെൻറ്റ്സ്, സ്മോളർ ബോഡി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നതിന് മുമ്പ് ലാർജർ ബോഡി മൂവ്മെൻറ്റ്സ് കൺട്രോൾ ചെയ്യുന്നു. ചിൽഡ്രൻ ഡെവലപ്പ് ദ എബിലിറ്റി ടു ഗ്രാസ്പ് ദ ബാൾ ബിഫോർ പുട്ടിംഗ് ബീഡ്സ് ഇൻ എ ത്രെഡ്. അപ്പോൾ എന്താണ്, ചെറിയ കുട്ടികൾക്ക് ബോൾ എറിഞ്ഞു കൊടുത്താൽ എന്താണ്, അവർക്ക് പെട്ടെന്ന് പിടിക്കാനായിട്ട് പറ്റും. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നീട് എന്ത് സാധിക്കത്തോളും, ബീഡ്സിനെ ഒരു ത്രെഡ് എടുത്ത് നൂലിൽ എന്താണ് മുത്തുകൾ കോർക്കാൻ അവർക്ക് സാധിക്കുകയുള്ളൂ. ചിൽഡ്രൻ ഡെവലപ്പ് ദ എബിലിറ്റി ടു ജംപ് ബിഫോർ ബാലൻസിങ് ഓൺ 1 foot. അപ്പോൾ എന്താണ്, 1 foot ബാലൻസ് ചെയ്യുന്നതിന് മുമ്പായിട്ട്, ഒറ്റക്കാലം നിൽക്കുന്നതിന് മുമ്പായിട്ട് അവർക്ക് എന്താണ് ജമ്പ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ 4 സിറ്റുവേഷൻസ് ആണ് തന്നേക്കുന്നത്. അപ്പോൾ പ്രോക്സിമോ ഡിസ്റ്റലുമായിട്ട് നമുക്ക് എന്താണ് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക, തീർച്ചയായിട്ടും ചിൽഡ്രൻ ഡെവലപ്പ് ദ എബിലിറ്റി ടു ഗ്രാസ്പ് ദ ബാൾ ബിഫോർ പുട്ടിംഗ് ബീഡ്സ് ഇൻ എ ത്രെഡ്. അപ്പോൾ എന്താണ്, ബാള് നമ്മളിങ്ങനെ പിടിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് എന്താണ് ആ ഒരു മൂവ്മെൻറ്റും, പിന്നെ എന്താണ് ബീഡ്സ് കുരുക്കുക എന്ന് പറയുന്ന മൂവ്മെൻറ്റും. ബീഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു വശങ്ങളിലേക്കല്ലേ. അപ്പോൾ അവിടെ നമ്മൾ എന്താ ഉപയോഗിക്കുന്നത്, നമ്മുടെ ഈ വശങ്ങൾ, കൈ വിരലുകളാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എന്താണ് ഈ ബാള് ഗ്രാസ്പ് ചെയ്യുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ബോഡിയുടെ ട്രങ്ക് പാർട്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും ആപ്റ്റായിട്ട് വരുന്ന ആൻസർ ഇതാണ്.
അടുത്ത ചോദ്യം, അക്കോർഡിംഗ് ടു വൈഗോട്സ്കി ചിൽഡ്രൻ സ്പീക്ക് ടു ദംസെൽഫ്. നമുക്ക് വൈഗോട്സ്കി ആയിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റുകൾ സ്ഥിരമായിട്ട് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത്തരത്തിലൊരു കൺസെപ്റ്റാണ് ഇത്തവണയും. എന്താണ്? സ്പീക്ക് ടു ദംസെൽഫ്, അതായത് കുട്ടികൾ സ്വയം സംസാരിക്കാറില്ലേ, അപ്പം ആ ഒരു സംഗതിയെ വൈഗോട്സ്കി എന്തായിട്ടാണ് കണക്ട് ചെയ്തേക്കുന്നത്? ഓപ്ഷൻസ് നോക്കാം. ടു എയ്ഡ് തോട്ട് ആൻഡ് ഫോർ സെൽഫ് റെഗുലേഷൻ, to express emotions as a form of externalization, to gain attention from peers. അപ്പോൾ എന്താണ്? അവിടെ തോട്ടുകൾ എയ്ഡ് ചെയ്യാൻ, നമുക്ക് സ്വയം കാര്യങ്ങൾ റെഗുലേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ടു എക്സ്പ്രസ് ഇമോഷൻ, അവരുടെ വികാരങ്ങൾ എക്സ്പ്രസ് ചെയ്യാനായിട്ട്. അടുത്ത എന്താണ്? ആസ് എ ഫോം ഓഫ് എക്സ്റ്റേണലൈസേഷൻ, അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് പ്രകടിപ്പിക്കാനായിട്ടും. ടു ഗെയിൻ അറ്റൻഷൻ ഫ്രം പിയേഴ്സ്, മറ്റുള്ളവരുടെ പിയേഴ്സിൻ്റെ ശ്രദ്ധ ക്ഷണിക്കാനായിട്ട്. അപ്പോൾ വൈഗോട്സ്കിയുടെ അഭിപ്രായത്തിൽ ഇന്നർ ഒരു സ്വയം സംസാരിക്കണം, സ്പീക്ക് ടു ദംസെൽഫ് എന്ന് പറയുന്നത് എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ടു എയ്ഡ് തോട്ട് ആൻഡ് ഫോർ സെൽഫ് റെഗുലേഷൻ, അവരുടെ ചിന്തകളെയൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട്, അതിനെ ഒന്ന് എയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതോടൊപ്പം തന്നെ അവർക്ക് സ്വയം ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു പർട്ടിക്കുലർ സ്റ്റേജിൽ ഇങ്ങനെ സ്വയം സംസാരിച്ചു കൊണ്ടാണ് കുട്ടി ആ ഒരു വളർച്ചയുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുന്നത് എന്നാണ് വൈഗോട്സ്കിയുടെ അഭിപ്രായം. അടുത്ത ചോദ്യം, ചലഞ്ചസ് ഇൻ സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ആർ എവിഡൻറ്റ് ഇൻ. സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലുണ്ടാകുന്ന സാമൂഹ്യപരമായിട്ടുള്ള ഇടപെടലുകളിൽ വരുമ്പോഴത്തേക്കും മറ്റുള്ളവരുമായിട്ടുള്ള സംഭാഷണങ്ങളിൽ ഏർപ്പെടാനും ഒക്കെ ആയിട്ട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്, മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് എവിടെയാണെന്നാണ് ചോദ്യം. അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, ലേണിംഗ് ഡിസബിലിറ്റീസ്, ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ, ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റീസ്. അപ്പം നോക്കിക്കേ, ഈ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലെ ചലഞ്ചസ് എന്ന് പറയുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞിരിക്കണം അല്ലേ. ക്ലാസ് റൂമുകളിൽ കുട്ടികൾ പല തരത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാം. ഈ പറഞ്ഞ പല ഡിസബിലിറ്റീസും അതോടൊപ്പം ഡിസോർഡേഴ്സും ഒക്കെ കുഞ്ഞുങ്ങൾക്കുണ്ടാകും. അപ്പം ടീച്ചറിന് ഇതിനെക്കുറിച്ചുള്ള കൃത്യമായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ അവർക്കനുസൃതമായിട്ടുള്ള ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സ് നമുക്കവിടെ കൊണ്ടുവരാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഇത്തരത്തിൽ ഇതിനെക്കുറിച്ചൊക്കെ ടീച്ചറിന് എന്തറിയാം എന്നളക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഇത്തരം പരീക്ഷാ പേപ്പറുകളിൽ 100% പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പം നോക്കിക്കേ, നമുക്ക് എന്ത് മനസ്സിലാക്കാം? സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലെ പ്രോബ്ലം എന്ന് പറയുമ്പോഴത്തേക്കും അത് എന്തിൻ്റെ ഒരു സിംറ്റം ആണ് എന്ന് നമ്മൾ നോക്കണം. അപ്പം നമുക്ക് ഓരോ ടൈപ്പ് ഡിസോർഡേഴ്സിനെ കുറിച്ചും ഡിസബിലിറ്റീസിനെ കുറിച്ചും അറിഞ്ഞാൽ മാത്രമേ ഉത്തരം കിട്ടുകയുള്ളൂ. നമുക്ക് ഈ ഒരു സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നം വരുന്ന എപ്പോഴാണ്? ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡർ വരുമ്പോഴാണ്. ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലാണ് കുട്ടികൾക്ക് സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലെ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ADHD നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അവരെപ്പോഴും ഭയങ്കരമായിട്ട് ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. ലേണിംഗ് ഡിസബിലിറ്റി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അതിന് പല ടൈപ്പുകളുണ്ടല്ലേ, ഓരോ ടൈപ്പ് നമ്മൾ പഠിച്ചു. then ഇൻ്റലക്ച്വൽ ഡിസബിലിറ്റി നമ്മൾ പഠിച്ചാണ്. അവിടെ ഒന്നും ഇത്തരത്തിൽ സോഷ്യൽ കമ്മ്യൂണിക്കേഷനിലെ ഡിഫിക്കൽറ്റി ഉണ്ടാകുന്നില്ല. സോഷ്യൽ കമ്മ്യൂണിക്കേഷൻ ഡിഫിക്കൽറ്റി ഉണ്ടാകുന്ന എപ്പോഴാണ്? ഓട്ടിസം സ്പെക്ട്രം ഡിസോർഡറിലാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു വൈഗോട്സ്കിസ് തിയറി ഓഫ് ലേണിംഗ് ആൻഡ് ഡെവലപ്മെന്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സ്കാഫോൾഡിംഗ്. ഞാൻ പരീക്ഷയ്ക്ക് മുമ്പും എപ്പോഴും പറയുന്നതാണ്, വൈഗോട്സ്കി സ്കഫോൾഡിംഗ് ഏതെങ്കിലും ഒക്കെ രീതിയിൽ, ഒന്നെങ്കിൽ ZPDയുടെ രൂപത്തിൽ അല്ലെങ്കിൽ സ്കഫോൾഡിങ്ങിൻ്റെ രൂപത്തിൽ നമുക്ക് ചോദ്യപേപ്പറിൽ പ്രതീക്ഷിക്കാം. അപ്പോൾ സ്കഫോൾഡിംഗ് എന്താണ്? അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്നുള്ള രീതിയിലാണ് breaking a task down into smaller steps and providing support as needed, giving students the opportunity to explore independently without guidance, allowing students to work with peers of equal ability, asking students to reflect on their learning experience at the end of a lesson. അപ്പോൾ നമുക്ക് അവസാനത്തെ 2 ഓപ്ഷനും ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ നമുക്ക് പെട്ടെന്ന് തന്നെ എലിമിനേറ്റ് ചെയ്യാം. പിന്നെ സംശയം തോന്നിയ ഈ 2 ഓപ്ഷൻസ് ആണ്. നിങ്ങൾ ഒരൊറ്റ വാക്ക് നോക്കിയാൽ മതി. സ്കഫോൾഡിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ സപ്പോർട്ടുണ്ടോ, സഹായം ഉണ്ടോ എന്ന് നോക്കിയാൽ മതി. ഉത്തരം കിട്ടിക്കഴിഞ്ഞ് കൂടുതലൊന്നും ചിന്തിക്കേണ്ട. നമ്മുടെ സ്കഫോൾഡിംഗ് എന്ന് പറയുമ്പോൾ എപ്പോഴും എന്തുമായിട്ട് കണക്റ്റഡ് ആണ്? പ്രൊവൈഡിങ് സപ്പോർട്ട് ആസ് നീഡഡ്. ഇത്തിരി നിങ്ങളെ കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടിയിട്ടാണ് ബ്രേക്കിംഗ് എ ടാസ്ക് ഡൗൺ ഇൻടു സ്മാളർ സ്റ്റെപ്പ്. അപ്പോൾ ഒറ്റയടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ മനസ്സിലായില്ല. അപ്പോൾ അതിനെ കുറച്ച് സിംപ്ലിഫൈ ചെയ്ത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആക്കി പറഞ്ഞു കൊടുക്കുമ്പോൾ ആ കൺസെപ്റ്റ് മനസ്സിലാവും. അവിടെ ആവശ്യമായിട്ടുള്ള ഹെൽപ്പ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇവിടെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള ആൻസർ വരുന്നത്. അപ്പോൾ നമുക്ക് ബാക്കി ക്വസ്റ്റ്യൻസ് അടുത്ത സെക്ഷനിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു ഓൾ.